പരിപ്പുമായി മോദി നാളെ കേരളത്തിൽ. മോദിക്കാതാൽ കേരളത്തിൽ വേഗില്ലാഹേ. തിങ്കളാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും എന്നാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുവാൻ വരുന്ന അവരുടെ മുതിർന്ന പാർട്ടി പ്രവർത്തകന്റെ വരവിനെ BJP നേതാവ് തിരുവനന്തപുരത്തെത്തുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അത് മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പണിയല്ല സംഘപരിവാർ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുള്ള യാത്ര. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന പാർട്ടി പ്രവർത്തകന് ആ വില നൽകിയാൽ മാത്രം മതിയാവും. കേരളത്തിലെ വിവേകമുള്ള ജനങ്ങൾ ആ വിലയെ ഇത്തരം പരിപാടികൾക്ക് നൽകുന്നുള്ളൂ എന്ന് മോദിയുടെ ഇതിനു മുമ്പുള്ള കേരള യാത്രകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുപ്പിച്ചടുപ്പിച്ച് യാത്രകൾ നടത്തി അദ്ദേഹം തന്നെ വില കളഞ്ഞു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും ആളുകളുടെ എണ്ണം കുറയുന്നു, വാർത്താ പ്രാധാന്യവും കുറയുന്നു. ഇപ്പോൾ ആരും അത് ശ്രദ്ധിക്കാത്ത അവസ്ഥയുമായി. ഇതാണ് അവസ്ഥയെങ്കിലും തിങ്കളാഴ്ച രാവിലെ 10:30 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും. അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കുന്നംകുളത്തിനടുത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് തിരികെ പോകും. ഈ സമയത്ത് നാളെ തിരുവനന്തപുരത്ത് മറ്റൊരു ദുരന്തം കൂടി നടക്കുന്നുണ്ട്. പൂഞ്ഞാർ കേശവന്റെ നുണപക്ഷം ഔദ്യോഗികമായി നാളെ BJPയിൽ ലയിച്ചു ചേരും. അതുവരെ കന്യക മാതാവിനെയും പെറ്റ തള്ളയെയും മാത്രം മാതാവേ എന്ന് വിളിച്ചിരുന്ന പൂഞ്ഞാർ കേശവൻ പശുവിനെ ഗോമാതാവേ എന്ന് വിളിച്ചു തുടങ്ങും. ചീറ്റിപ്പോയ കേരള സ്റ്റോറി എന്ന കുത്തിത്തിരിപ്പ് വർഗീയ സിനിമയ്ക്ക് കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപതായെ കൊണ്ട് വീണ്ടും തീപിടിപ്പിച്ച് കേരളത്തിൽ മൊത്തവും വർഗീയ വെടിക്കെട്ട് നടത്തുവാനുള്ള തീട്ടൻ ജോർജിന്റെ ശ്രമം പാളിപ്പോതിനെ തുടർന്ന് അടുത്ത എന്തെങ്കിലും ഒരു തന്തയില്ലായ്മയുമായി അദ്ദേഹം ഉടൻ വരും. കഴിഞ്ഞ 4-5 യാത്രകളിലായി മോദി വന്നപ്പോൾ വിവിധ ജില്ലകൾക്ക് പറ്റിയ പരിപ്പുകൾ BJP കേരള നേതൃത്വത്തിന് അദ്ദേഹം നൽകിയിട്ടാണ് പോയത്. അതിൻ്റെ വേവറിയാനും കൂടിയാണിപ്പോൾ മോദി വരുന്നത്. എന്ത് പരിപ്പ് എവിടെ എങ്ങനെ വേവിക്കണമെന്ന് സംഘപരിവാറിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ. കേരളത്തിലെ തുടക്കം അതിഗംഭീരമായിരുന്നു. തൃശ്ശൂരിലും എറണാകുളത്തും മോദിയുടെ കിടിലം റോഡ് ഷോ നടന്നു. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുഖ്യാതിഥിയായി ഗുരുവായൂരിലേക്കും അദ്ദേഹം എത്തി. 29 രൂപയ്ക്ക് ഭാരത് അരി വന്നു. കരിവന്നൂർ സഹകരണ അപകരണ അഴിമതികളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് അന്ത്യം ഉടനെ ഉണ്ടാവുമെന്ന് ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി പ്രൊഫസർ സരസുവിന് മോദി ഉറപ്പുകൊടുക്കുന്ന ഫോൺ സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. പ്രൊഫസർ സരസുജി നമസ്കാരം, സുഖമാണോ? സുഖം തന്നെ. How is your election campaign going on? It is very well going on. Yesterday I started. I am telling the people of Alatur, our Modi ji ka sankalp hai sabka saath sabka vikas. I told them I will also work for that, and I have Modi ji ki guarantee. So I will do whatever I could do for this Alatur. That is what I am telling them, sir. Professor Sarsuji, I am happy that as a candidate you are taking the issue of the people and the common man's problem as a good thing for any public servant. And I am happy to hear this, that you are raising the issue. Yes, I have heard about it. I have some detail about it. And you are right that a lot of poor people have been affected. Our government will take strict action against everyone involved. And we will ensure that the poor get justice. And one more thing, Sarsuji, I would like to tell you that I will take the legal advice, and whatever property the ED will attach and the money are involved of the common man's money, I will see that each and every paisa should return to the person concerned. And that we will do that. So on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have
invested in the bank. ഇതുവരെ കാണാത്ത വികസനത്തിനായിരിക്കും അനന്തപുരി ഇനി അങ്ങോട്ട് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നതെന്ന പ്രഖ്യാപനത്തോടെ രാജ്യസഭാ സീറ്റുകളും പദവികളും ചോദിക്കുന്ന കാശിറക്കി കരസ്ഥമാക്കിയ രാജീവ് ചന്ദ്രശേഖരെ കെട്ടിയിറക്കി. ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് പോർട്ട് മുതലാളി അടക്കം തീരദേശ മേഖലകളിൽ നോട്ടുകെട്ടുകൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അറ്റകൈക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രൻജിയെ തന്നെ കളത്തിലിറക്കി ഒരു ഒന്നൊന്നര പ്രഖ്യാപനവും അങ്ങ് നടത്തി. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്നാണ് കെ സുരേന്ദ്രൻ അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും വലിയ അത്യാവശ്യം. എന്തായാലും ജയിക്കാനോ പോകുന്നില്ല. അപ്പോൾ പിന്നെ കുത്തിത്തിരിപ്പിനോളം മനസ്സുഖം കിട്ടുന്ന വേറെ എന്ത് പണിയാണ് സജിയുള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്രകാരം പലവിധം പരിപ്പുകൾ പല പല അനുപാതങ്ങളിൽ പല പല കലങ്ങളിൽ അടുപ്പത്തേക്ക് വെച്ചെങ്കിലും വേവുന്ന കാര്യത്തിൽ മാത്രം എവിടെയോ എന്തിനോ ഒരു പന്തുകേട് ബാക്കി നിൽക്കുന്നു. കല്ലമ്പരിപ്പ് മറ്റെവിടെ വെന്തില്ലെങ്കിലും നസ്രാണികളുടെ അടുപ്പിലെ വേവായിരുന്നു മുഖ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് പൂഞ്ഞാറ്റിലെ അമേദിക്കുളത്തിൽ നിന്നും കോരിയെടുത്ത കലക്കവെള്ളത്തിൽ ആദ്യത്തെ കല്ലൻ പരിപ്പിട്ടത്. പക്ഷേ തിളച്ചു തൂവി അടുപ്പ് കെട്ടെന്നല്ലാതെ പരിപ്പ് വരുന്ന ലക്ഷണമില്ല. പരിപ്പിൻ്റെ കുഴപ്പമാണോ അതോ വെള്ളത്തിൻ്റെ കുഴപ്പമാണോ എന്ന് പറയാറുമായിട്ടില്ല. ക്രിസ്മസ് വിരുന്നുകൾ, സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, സ്വർണ്ണക്കിരീട സമർപ്പണം, കുരുത്തോല കയ്യിലേന്തൽ, അരമന സന്ദർശനം, നാറുന്ന മേനികളെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിളിപ്പിക്കൽ, ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി വലിച്ചു കുടിക്കൽ തുടങ്ങിയ പരിപ്പടൽ പരിപാടികളും ഇടയ്ക്കൊന്ന് പയറ്റി നോക്കി. പക്ഷേ വെടിമരുന്നിനും തീക്കൊള്ളിക്കുമിടയിൽ മണിപ്പൂർ കലാപത്തിന്റെ തത്സമയ ദൃശ്യങ്ങളും ഫാദർ സ്റ്റാൻ സ്വാമിയുടെയും ഗ്രഹാം സ്റ്റെയിൻ്റെയും ആത്മാക്കളും വട്ടം കയറിയങ്ങ് വിലങ്ങി നിന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേരള സ്റ്റോറി എന്ന നിറഞ്ഞ സെപ്റ്റി ടാങ്ക് ഒഴുക്കിവിടുവാൻ പറ്റിയ മാധ്യമം അന്വേഷിച്ചുള്ള യാത്ര ഒടുക്കം ചെന്നെത്തി നിന്നത് ക്രൂരദർശന്റെ മുന്നിലാണ്. കാലഹരണപ്പെട്ട ഈ പ്രസ്ഥാനം ഇപ്പോഴും ഉണ്ടെന്ന് അതിൻ്റെ ജീവനക്കാർ തന്നെ മനസ്സിലാക്കിയത് കേരള സ്റ്റോറി സംരക്ഷണ വിവാദം വന്നപ്പോൾ മാത്രമാണ്. തീട്ടൻ ജോർജിന്റെ ശ്രമഫലമായി ഇടുക്കിയിലെ ഇടുങ്ങിയ ചിന്തയുള്ള ഒരു പാതിരി ഈ ഏപ്പടം ഇടവകയിലെ കുറേ സൺഡേ സ്കൂൾ പിള്ളേരെ കാണിക്കുകയുണ്ടായി. അതിനുള്ള ഒരു മുട്ടനടി കത്തോലിക്ക സഭയിലെ തന്നെ മെത്രായോളികളുടെ കണ്ണിലെ ക്രടായ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ സാഞ്ചോപുരം ഇടവക്കാർ മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ രൂപത്തിൽ അങ്ങ് തിരികെ കൊടുത്തു. അങ്ങനെ ഏതാണ്ട് സമാധാനമായി അതോടെ ആ പരിപ്പും വെന്തില്ല. ഇപ്പോൾ വേകാൻ സാധ്യതയുണ്ടെന്ന് അവർ ആകെ കരുതുന്ന പരിപ്പ് ക്രൈസ്തവ നാമധാരിയും സർവോപരി നിരീശ്വരവാദിയുമായ അന്തപ്പൻ്റെ മന്തപ്പനാണ്. പക്ഷേ അവൻ പിച്ചും പെയ്യുമൊക്കെ പറഞ്ഞ് പത്തനംതിട്ടക്കാരെ ചിരിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടക്കാർ ഇപ്പോൾ കോമഡി ഷോ കാണാറില്ല. പകരം മന്തപ്പൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ പിച്ചും പെയ്യും കണ്ട് അലറിച്ചിരിക്കുകയാണ്. എന്തായാലും തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർത്ത് ചിരിക്കുവാൻ ഒരു വകയുണ്ടാക്കി കൊടുത്ത കാവിപ്പടയോടുള്ള നന്ദി അവരുടെ ചൂണ്ടുവിരൽ കൊണ്ട് വരുന്ന ഏപ്രിൽ 26 ഫ്രൈഡേയിൽ കൊടുക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.